ഹായ് ഗൈസ്. അപ്പോൾ നമ്മുടെ കൊച്ചി എക്സ്പ്ലോറേഷന്റെ മൂന്നാം ഡേ 3 ആണെന്ന്. അപ്പൊ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ബ്രേക്ക്ഫാസ്റ്റ് അല്ല, കൊച്ചി മേരിയറ്റിലെ അതെ, അതാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങോട്ട് പോയാലോ? എങ്ങനെയാണ്, എക്സൈറ്റഡ് ആണോ? അതെ, എക്സൈറ്റഡ് ആണ്. ഞാൻ ഇന്നലെയും എക്സൈറ്റഡ് ആണ്, ഇന്നും എക്സൈറ്റഡ്. നല്ല വിഷയം ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനായി വന്നിരിക്കുന്നു. വെറൈറ്റീസ് ഓഫ് ഡിഷസ് ആണ് കിടക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഒരു പീറ്റ ബ്രെഡ്, കുബൂസ്, ഏതാണ്ട് അതുപോലത്തെ സാധനം. ഞാൻ കോൺഫ്ലെക്സ്. അതെ, ഹെൽത്തി. ദിസ് സീംസ് പ്രോമിസിങ്. ഇത് എന്തൊരു ഫറ്റൂഷ് സലാഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഹണി ഹെൽത്തി ആണ് ഗൈസ്. ഇത് ഇത്രയും ഹണിയൊക്കെ നീ കഴിക്കൂ? ഇല്ല, കളഞ്ഞിട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ്, സോസേജ് ഉണ്ട്, പിന്നെ ബോയിൽഡ് എഗ് ഉണ്ട്. ബോയിൽഡ് എഗ് ആണെങ്കിൽ നമ്മൾ തന്നെ മുട്ട പൊട്ടിക്കേണ്ടി വരും. അപ്പോൾ അത് ഇച്ചിരി പാടാം. ഓക്കെ, ഇവിടെ എന്താണ് എടുക്കുന്നത്? എനിക്ക് പുട്ടും ലെറ്റ്യൂസും ചിക്കൻ കറിയും. വെറൈറ്റി ആണല്ലോ. അല്ല, പതുക്കെ ലോഡ് ചെയ്യണമല്ലോ, സ്റ്റാർട്ട് ചെയ്യണം. പുട്ടൊരു വികാരമായി. ഇത് കണ്ട, ലെറ്റ്യൂസും പുട്ടും. ലെറ്റ്യൂസും പുട്ടും അത് കൊള്ളടാ, ഹെൽത്തി ആണല്ലോ നീ. ഗൈസ്, ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഉസാൽ പാവ്, ഇത് ഗ്രീൻ പീസ് ഉത്സവ് പാവ്, ഉസാൽ പാവ്. ഇത് പൊടിച്ചോള മസാല, പിണ്ടിച്ചോല. അത് സബുദാൻ കിച്ചടി. അത് കൊള്ളായിരിക്കും. ഇത് മറ്റേ ഇത് ചൗവരി കഴിച്ചോക്കല്ലേ? കഴിച്ചോക്ക്. ഇതെന്നാ മസാല പോഹ. ഇത് മസാല പോഹ. ഇത് നല്ല ടേസ്റ്റാണ്. കഴിച്ചാ? കഴിച്ചു. ഇത് നല്ല ടേസ്റ്റ്. ഉപ്പുമാവ് വേണ്ട. വെജിറ്റബിൾ സ്റ്റൂ അത് ഉല്ലാസിനായിരിക്കട്ടെ അല്ലേ? എനിക്ക് വേണ്ട. കടലക്കറി കൊള്ളാം. ഇതാണ് ഗൈസ് ഓട്സ് ഇഡലി. ഓൾഡ് സ്കൂൾ ബോയ്സിന് വേണ്ടി ചേട്ടൻ അതിനു വേണ്ടി ആ ത്യാഗം എടുക്കുന്നു. അപ്പോൾ ഗൈസ്, ഇതാണ് നമുക്കൊരു മെയിൻ കോഴ്സ് പോലെ എടുക്കാൻ പറ്റുന്നത്. ഡെസേർട്ട് അവിടെ ഉണ്ട്. അത് നമുക്ക് ഇത് കഴിച്ചിട്ട് ഓക്കെ. അവിടെ എല്ലാരും കഴിച്ചു തുടങ്ങി. എല്ലാവരും കഴിച്ചു തുടങ്ങി. നമ്മൾ മാത്രമേ ഇവിടെ നിൽപ്പുള്ളൂ. ഉല്ലാസം ഒന്നും എടുത്തില്ല. അതെ, ഞാനിവിടെ എടുത്തിട്ട് വരാം ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ കുബൂസ് ഇങ്ങനെ സാൻഡ്വിച്ച് ആക്കി കഴിക്കാം. എങ്ങനെയുണ്ട്? ഞാൻ എന്താ ഇവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. വേറെ എന്തോ കുറച്ച് ഇതെന്താ എന്തോ മറ്റേ ഹുമ്മൂസ് എന്നല്ലേ പറയുന്നത്? ഹമ്മൂസ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഓട്സ് ഇഡലി ട്രൈ ചെയ്യാം. ഓട്സ് ഇഡലി ട്രൈ ചെയ്തോ? പൊടി മുക്കി തിന്നെ. സാധാ ഇഡലിയുടെ ടേസ്റ്റ് തന്നെ ഏകദേശം. ചേട്ടൻ ഹെവി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഓട്സിന് എന്ത് പറ്റി? ഓട്സ് കഴിച്ചു കഴിഞ്ഞല്ലോ. ഓട്സ് അല്ല, ഇത് കോൺഫ്ലെക്സ്. കോൺഫ്ലെക്സ്. ഇതെന്താണ്? പുട്ടും ചിക്കൻ കറി. വളരെ സിമ്പിളാണ്. ചിക്കൻ ഇച്ചിരി കൂടുതലാണ് ഗൈസ്. അപ്പോൾ നമ്മൾ എഗ് ബെനഡിക്ട് പറഞ്ഞിട്ടുണ്ട്. നശിപ്പിച്ച് നല്ല ലുക്കായിരുന്നു. നല്ല ബ്രെഡ് ഇത് എന്തിരടേ? വന്നപ്പോഴേ പറഞ്ഞത് ഇഷ്ടപ്പെടാൻ വഴിയില്ലായിരിക്കും. ഭയങ്കര ചീസ്. ഇതിലൂടെ വെക്കുന്ന സാധനം മെയിനായിട്ട് സ്മോക്ഡ് സാൽമൺ. സ്മോക്ഡ് സാൽമനും എഗ് ബെനഡിക്റ്റുമാണ് കറക്റ്റ് കോമ്പിനേഷൻ. രണ്ടോടെ കോംപ്ലിമെന്റ് ചെയ്യുന്നല്ലോ. ഞാൻ എന്താണ്ട് ഇവിടെ കുറച്ച് നട്ട്സ് എടുത്തു, ഫ്രൂട്ട്സ് എടുത്തു, ഇച്ചിരി ഹണിയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഹെൽത്തി. അതെ. ഓക്കെ ഗൈസ്, ഇതുകൂടെ കഴിക്കണമെന്ന് തോന്നണം. മതിയായി. പിന്നെ ദാസൻ ചേട്ടനെ എടുത്ത് പറയണം, വീണ്ടും ഹെൽത്തി. അപ്പോൾ നമ്മുടെ കൊച്ചി മാരിയറ്റിലെ ബ്രേക്ക്ഫാസ്റ്റ് മഹാമഹം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. നമുക്ക് അടിപൊളിയായിരുന്നു, നിങ്ങൾക്ക് അടിപൊളിയാവും എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ. നല്ല കുറെ വൈഡ് റേഞ്ചസ് ഓഫ് സാധനങ്ങളുണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ കൊച്ചി എക്സ്പ്ലോറേഷൻ വീണ്ടും തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ ആളെണ്ണം കുറവാണ്. ശ്രീകാന്ത് ചേട്ടനും അലക്സ് ബ്രോയും വർക്കുണ്ട്, അതുകൊണ്ട് അവര് അവിടെ ഇരിക്കുകയാണ്. കുറച്ച് വീഡിയോസ് നമ്മൾ കാണിച്ചു തരണമല്ലോ. മെട്രോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കൊച്ചി മെട്രോ നമ്മളെങ്ങോട്ടാ പോണേ? കൊച്ചി മെട്രോയില് ഫോർട്ട് കൊച്ചിയിലുണ്ട്. ഫോർട്ട് കൊച്ചിയിലോട്ടാണ് പോകുന്നത്. അതിന് മുന്നേ നമ്മൾ എവിടെ പോവില്ല, മറ്റേ മറൈൻ ഡ്രൈവിൽ പോകും. അപ്പം ഫസ്റ്റ് മറൈൻ ഡ്രൈവ്, അത് കഴിഞ്ഞ് ഫോർട്ട് കൊച്ചി. അതാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ എടപ്പള്ളിയിൽ നിന്ന് മഹാരാജാസ് കോളേജിൽ പോയിട്ട് എന്തിരിക്കേ? നിങ്ങളുടെ മറ്റേ 100 മീറ്റർ റേസ് അത് പിന്നെ നമ്മള് ഇവിടെ പോകും കഴിച്ചു. എന്നിട്ട് അവിടെ നിന്ന് നമ്മള് അടുത്തുള്ളത് എവിടെയാണ്? മറൈൻ ഡ്രൈവ്. വാട്ടർ മെട്രോയില് ഫോർട്ട് കൊച്ചി. യെസ്, അതാണ് അപ്പൊ ഇന്നത്തെ പ്ലാൻ. നമ്മൾ മഹാരാജാസ് കോളേജിന്റെ ഗ്രൗണ്ടിൽ. ഇവിടെയാണ്
അതെ, ഇവിടെയാണ് നമ്മുടെ ഇവിടെയാണ് നമുക്ക് മത്സരം നടത്താൻ വേണ്ടി ആഗ്രഹമുള്ളത്. പക്ഷെ ഇവിടത്തെ സംഘാടകർ സമ്മതിക്കുമെന്ന് അറിയില്ല. സമ്മതിച്ചാൽ നമുക്ക് ഇവിടെ വെച്ച് ഹോസ്റ്റ് ചെയ്യായിരുന്നു. അത് പിന്നെ ഒരു ദിവസത്തേക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ പോകുന്നു. നടക്കും നമ്മളിത് ചെയ്തിരിക്കും. അതെ, വെറുതെ പറയുന്നത് ഗൈസ്. അപ്പോൾ വാട്ടർ മെട്രോയിൽ കയറാൻ വേണ്ടി നമ്മളിവിടെ മറൈൻ ഡ്രൈവിൽ എത്തിയിട്ടുണ്ട്. ഒരു സബ്സ്ക്രൈബർ നമ്മളെ കാണണമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ പുള്ളിയും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കണ്ടിട്ട് നമുക്ക് നേരെ വാട്ടർ മെട്രോയിലും കയറി ആ വാട്ടർ മെട്രോ അല്ലേ എക്സ്പീരിയൻസ് ചെയ്ത്. പക്ഷെ എപ്പോഴും വേണോ ഇവിടെ നിന്നൊരു കണ്ടന്റ് ആക്രമണം നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതെ, അതെ, ഇഷ്ടംപോലെ കണ്ടന്റ് ഉണ്ട് ഇവിടെ. ഇന്റൻസിറ്റി എങ്ങനെയാണെന്ന് അറിയില്ല. അതെ, എപ്പോഴും വേണോ ഒരു ആക്രമണം പ്രതീക്ഷിക്കാം. നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും ചെന്നൈ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു ആൻറ്റി വന്നു, കൈനോട്ടക്കാരി ആൻറ്റി. അപ്പോൾ ആൻറ്റിക്ക് നമ്മളൊരു ടഫ് ടാസ്ക് കൊടുക്കാൻ. നിന്റെ കൈയൊന്ന് കാണിച്ച്. നിന്റെ ഇവൻ്റെ കൈ ഉണ്ടോ? ഇതിൽ മൊത്തം രേഖകളാണ്. ഇതിലേത് രേഖ കണ്ടുപിടിച്ച് ഏത് രേഖയെന്ന് ആൻറ്റി പറയാം. ഒരുപാട് രേഖകളുണ്ട്. നമുക്ക് കൊടുത്തു നോക്കാം, ഒരു ചലഞ്ച് കൊടുത്തു നോക്കാം ചേച്ചി. കൈ നോക്കുന്നതിന് എത്രയാണ്? 200-500 തരും എനിക്ക്. 200 രൂപ. നമ്മൾ പഠിച്ചതുമില്ല, പാരമ്പര്യം തൊഴില്ല. വേണം കൈ നീട്ടി. മോൻ ആദ്യം പേര് കേട്ട ആളാണെങ്കിലും ഇടപാടുകൾ കൊടുക്കരുത്. മോനെ പറ്റിക്കുന്ന ആളുകൾ പലവരും ഉണ്ട്. പറഞ്ഞാൽ മനസ്സിലായിരുന്നു. മോൻ ആർക്കും ചെയ്താലും ദോഷമായിട്ടേ വരുള്ളൂ. ചെയ്താലും മോൻ ആർക്കും സഹായം ചെയ്യാൻ മടുക്കാനാണ്, പക്ഷെ ഇങ്ങോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇടപാടുകൾ ചെയ്യരുത്. കൊടുക്കുന്ന സ്നേഹം മാത്രമേ ഉള്ളൂ. പിന്നീട് സ്നേഹം കുറയും. നന്ദിയില്ല ചില ആൾക്കാർ. അത് മനസ്സിലായോ? ഒന്നും പറഞ്ഞു ഇവരെ കൂടെ എനിക്ക് ഒരു കുഴപ്പം വരില്ല. വേറെ ആൾ സഹായം മോനെ കെടുത്ത് പറയുന്ന ആളുകളെ ഉള്ളൂ. കൂട്ടിക്കലയം ഉണ്ടാവും. നല്ല കാലം വരാൻ പോവുക. അതിൻ്റെ ഇടയ്ക്ക് നല്ല ഭാഗ്യം വരും. ഭാഗ്യമാണ്. പുറത്തു പോകാൻ യോഗമുണ്ട്. പുറത്തു പോകാൻ യോഗമുണ്ട്. അന്യനാട്ടിലൊക്കെ പോകാൻ യോഗമുണ്ട് കേട്ടോ. സന്തോഷ ജീവിതം കിട്ടും. കൈ നെരുക്കുള്ള കയ്യാ. പണം വരും. പണം വന്നാലും തങ്ങനില്ല. കൊടുത്താലും സ്നേഹം കുറയും. പക്ഷെ നല്ല കാലത്തിൽ ഇടപെടും. 3 മാസത്തിലാണ് എനിക്ക് നല്ലൊരു ഭാഗ്യം തെളിഞ്ഞു വരും. കല്യാണം എത്ര വയസ്സായി? 30 വയസ്സ് കഴിഞ്ഞു. തന്നെ കണ്ടാൽ 30 വയസ്സെന്ന് പറയില്ല. 31 വയസ്സിനകത്തൊരു ഭാഗ്യം തന്നെ തേടി വരും. പെണ്ണ് കെട്ടാൻ യോഗമുണ്ട് കേട്ടോ. പെണ്ണ് കെട്ടിയാൽ ഉടനെ അന്യനാട്ടിലൊക്കെ പോകാൻ യോഗമുണ്ട് കേട്ടോ. പെണ്ണ് കെട്ടിയാൽ 3 കുട്ടിയുടെ യോഗം വരെ തന്നെ. 3 കുട്ടിയുടെ കേട്ടോ. സന്തോഷ ജീവിതം കിട്ടും. ആരോടും പറയുന്നത്. ഇവിടെ ഫോട്ടോ എടുക്കാതെ പെണ്ണിന്റെ യോഗം എനിക്ക് ഐശ്വര്യം തെളിയും. പെണ്ണിന്റെ യോഗം പെട്ടെന്ന് എനിക്ക് വരുന്നുണ്ട്. ശരി, നല്ല പെണ്ണ് കെട്ടി ഇവിടെ വന്നു. ശിവനാണ് ലൈവിൽ വന്ന് എന്നെ പറ്റി ഹേറ്റ് കമന്റ് ചെയ്യുന്നത്. ആ കമന്റ് ഇടുന്ന ആളാണിത്. നമ്മുടെ അലക്സ് ബ്രോ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് സുപ്രധാന സിനിമകൾ ഷൂട്ട് ചെയ്തത്. ഏതൊക്കെയാണ് ആ സുപ്രധാന സിനിമകൾ? മൂസ, ഡോണ്, പിന്നെ ഏതാ ഷെഡി മൂസ എനിക്ക് അറിയാം. ഇവിടെ ഗൈസ് നമ്മുടെ പ്ലാൻസ് എല്ലാം നന്ദു ബിയാർ കാരണം തൊലഞ്ഞു, എല്ലാം നശിച്ചു. നന്ദു ബിയാർ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. എത്തിയിട്ടുണ്ട്, എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. അപ്പോഴും നമ്മളോട് ഒരു ഡിന്നർ ലഞ്ചിന് വരുന്നുണ്ടോന്ന് ചോദിച്ചു. അപ്പോഴും പുള്ളി അല്ലേ നമുക്ക് തള്ളിക്കളയാൻ പറ്റിയില്ല. അവന് നമ്മളോട് ലഞ്ച് കഴിച്ചാലേ പറ്റൂ. നമ്മൾ എന്ത് ചെയ്യാ, ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അതെ. അപ്പോഴും വാട്ടർ മെട്രോ ക്യാൻസൽ ആയി. അപ്പൊ ഫോർട്ട് കൊച്ചിയും പോയി. ഫോർട്ട് കൊച്ചി ഇനി വേറെ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ചെയ്യാല്ലേ. അപ്പൊ ഇനിയിപ്പോ നമ്മള് ഇനി അങ്ങോട്ട് പോകും. ഇനി നമുക്ക് ഭണ്ഡാരീസ് ബിരിയാണി. ഭണ്ഡാരി അത് മമ്മൂട്ടിയുടെ സെറ്റില് പുള്ളി ഒരു ദിവസം എല്ലാവർക്കും ബിരിയാണി കൊടുക്കുന്ന ഒരു പതിവുണ്ട്. പുള്ളി യൂഷ്വലി പണ്ടാരീസ് ബിരിയാണിയാണ് കൊടുക്കുന്നത്. പുള്ളിയുടെ ഫേവറേറ്റ് ആണെന്ന് പറയുന്നു. ബാക്കി കമന്റിൽ അറിയാം. നന്നായിട്ട് അറിയാൻ പറ്റും. മമ്മൂട്ടി ഉപയോഗിക്കുന്ന ബിരിയാണി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണെന്ന് അറിയണമല്ലോ. മമ്മൂട്ടി ഉപയോഗിക്കുന്ന എന്ത് ഭയങ്കര ചൂട് പറയാൻ പറ്റില്ല. ഇതാണ് ബ്രോഡ്വേ മാർക്കറ്റ്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ബ്രോഡ്വേ മാർക്കറ്റ് ബ്രോഡ്വേ മാർക്കറ്റാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് ക്രിസ്മസിന് നല്ല വൈബായിരിക്കും. അതെങ്ങനെ അറിയാം? നിതിൻ പറഞ്ഞു. നമ്മൾ ഇതുവഴി നടന്ന് എങ്ങോട്ടാണ് പോണത്? ഫുഡ് കഴിക്കാനല്ലേ? ഇതാണ് മമ്മൂക്കയുടെ ഇഷ്ടപ്പെട്ട പണ്ടാരീസ് ബിരിയാണി. എന്ത് ബിരിയാണി കഴിഞ്ഞു ഗൈസ്. ബിരിയാണി റെഡി. കണ്ണ് നിറയണ്. റെഡി അല്ലാന്ന് നമ്മൾ തിരിക്കാൻ പോവുകയാണ്.
ദാസനോട് പണിക്കെടുത്തു. അതെ, ഇനി ആർക്കും ഇത് പറ്റരുത്. ഇപ്പൊ സമയം എത്ര മണിയായി? 3:45 വന്നാൽ കിട്ടൂല. ഗൈസ്, അക്കൂസ് ചേട്ടൻ ലാൻഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല എരണമാണ് കേട്ടാ. ബിരിയാണി കഴിഞ്ഞു. ഗൈസ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നാസി ആൻഡ് മീസ് സിഗ്നേച്ചേഴ്സിലാണ്. അതുകൂടെ ഒരു കൊളാബറേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ലൈക്ക് മലേഷ്യ, തായ്ലൻഡ്, ഇന്തോനേഷ്യ, അവിടെയൊക്കെയുള്ള ഫുഡൊക്കെയാണ് ഇവിടെ ഉള്ളത്. എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വരട്ടെ, വന്നിട്ട് ദാസൻ ബ്രോ സൂഷി ട്രൈ ആണെന്ന് പറഞ്ഞേക്കുന്നത്. വളർച്ചയ്ക്ക് വേണ്ടി എന്തായാലും വരട്ടെ, വന്നിട്ട് ട്രൈ ചെയ്യാം. സൂഷി വന്നു, സൂഷി. അപ്പൊ ആരൊക്കെയാണ് ട്രൈ ചെയ്യണത്? ഓക്കെ, എനിക്ക് ദാസൻ ബ്രോ ഒരു സാധനം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ഒരു റിവ്യൂ പറയാമോ? രസമുള്ള സാധനം. അതെന്തിനത്? കഴിച്ചു നോക്കാം, എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യാം. ഒന്നും പറയാം. എരിവായിരിക്കും അല്ലേ? അത് കുറവാണ്. അത് കുഴപ്പമില്ല. ദാസൻ ബ്രോ എടുത്ത ക്വാണ്ടിറ്റി എടുക്കണം. ബിയാനാണ് ധൈര്യം ഉണ്ട്, കുഴപ്പമില്ല. അത് ഫുള്ള് കോരി തിന്നെങ്കിൽ അത്ര മതി. അതത്ര കാര്യമില്ല. ഒരു കുത്തൊക്കെ ഉണ്ട് അതിന്റെ. മൂക്കും ചെവിയും തുറക്കും. സബ്സ്ക്രൈബറിന് വേണ്ടി എനിക്കൊരു നല്ല പീസായിരുന്നു. ഞാൻ ആക്ച്വലി എന്നെ ഒരു ഫ്രണ്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഫസ്റ്റ് ടൈം ഒരു സ്പൂൺ എടുത്തതാണ്. അപ്പൊ അന്ന് ശരിക്കും മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നൊക്കെ പോയി. അപ്പൊ ഇത് ട്രൈ സാധനം ട്രൈ ഇത് ജിഞ്ചർ ആട്ടോ. ആക്ച്വലി ഇത് മറ്റേ കാവിയർ മീൻ മുട്ട ആണ്. ഇമിറ്റേഷൻ ഒറിജിനൽ ആയി ഭയങ്കര കോസ്റ്റാണ്. അപ്പം സോയ സോസിനകത്തിൽ മുക്കിയിട്ട് കഴിക്കുക. ടേസ്റ്റ് മാറണമെങ്കിൽ ജിഞ്ചർ പീസ് എടുത്താണ്. എടുത്ത് നോക്കാം. നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. ചൈനീസ് സുഹൃത്തുക്കൾക്ക് വേണ്ടി ചൈനത്തില് വസാബി വെക്കണ കുഴപ്പമില്ല, ആദ്യം കഴിച്ചു. ഈ ചൈനക്കാരാണ് ഇങ്ങനെ പിടിക്കണത്. ചൈനീസ് സുഹൃത്തുക്കൾക്ക് വേണ്ടി പക്ഷെ വസാബി അധികം മുക്കണ്ട കേട്ടോ. ഇനി ഒരു ജിഞ്ചറൂടെ കഴിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് നല്ലതായിരിക്കും. ഞാനിത് പഠിച്ചു. അത്രേ ഉള്ളൂ, അത്രേ ദാസൻ ചേട്ടൻ അത് കുടഞ്ഞ് കളയില്ലേ? ആ സോസ് ഇച്ചിരി കടുപ്പ. ഞാൻ പറഞ്ഞല്ലോ അധികം എടുക്കരുതെന്ന്. എന്താണ് ഒരു റിവ്യൂ അറിയാം. ചിക്കൻ സാറ്റേ, മലേഷ്യൻ ഡിഷാണ്. ഇതാണ് ചിക്കൻ ചിക്കൻ സാറ്റേ. ഓൾഡ് സ്കൂളിന്റെ പ്രതിനിധി, സബ്സ്ക്രൈബേഴ്സിന്റെ പ്രതിനിധി നിതിൻ ഇളമക്കുടി നമുക്ക് വേണ്ടി. ഇളമക്കൊടിയല്ല, കടവക്കൊടി. യെസ്, ഒറ്റ ട്രയലെടുത്ത് ഞാൻ പഠിപ്പിച്ചു കൊടുത്തത്. നല്ലൊരു ടീച്ചറാണ്. സ്റ്റെമ്മാണ്. നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള സാധനങ്ങൾ പോലെ ഇരിക്കും എന്ന് പറഞ്ഞാൽ പൊട്ടറ്റോ പോലെ തന്നെ ഉണ്ട്. ഓക്കെ, ഇനി ആ ചിക്കൻ്റെ സാധനം നോക്ക്. അതിന്റെ പേരെന്തോന്ന്? ഇത് മലേഷ്യൻ സാറ്റേ. മലേഷ്യൻ സാറ്റ്. ഫുള്ള് ഇനി ഇത് വെച്ചിട്ടുള്ള കളിയാന്നല്ല. സാമ്പൽ സോസ്.
വീട്ടിൽ മലേഷ്യൻ സാഷയും സാമ്പൻ സോസും. ഇനി ബാക്കി ഐറ്റംസ് വരട്ടെ. ഗൈസ് അടുത്തതായിട്ട് മോമോസ് വന്നിരിക്കുകയാണ്. ഇതെന്തോന്ന് സാധാ മോമോസ് അല്ലേ? അതാ സ്പെഷ്യലാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ടൈപ്പ് അല്ല, വേറെ ഒതന്റിക് ആയിട്ടുള്ള മോമോസ്. ഓക്കെ ഗൈസ് അടുത്ത ഐറ്റം വന്നു നാസി ഗൊറേ. വെജ് ആണ്. ആ നാസി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു റൈസ് എന്നാണ് തോന്നുന്നത്. മീ കൊറേ എന്ന് പറഞ്ഞാൽ നൂഡിൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നൂഡിൽസ് അല്ലല്ലോ. അല്ല, നാസി കൊറേ എന്ന് പറഞ്ഞാൽ ഇത്, മീ കൊറേ എന്ന് പറഞ്ഞാൽ നൂഡിൽസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഓ മീ ഗൊറേ നൂഡിൽസ്, നാസി ഗൊറേ റൈസ്. കൊള്ളാം കൊള്ളാം അല്ലേ? നിങ്ങളെ ഫ്രൈഡ് റൈസ് എങ്ങനെയുണ്ട് ദാസൻ ചേട്ടാ? ഗൈസ് പുതിയ ഐറ്റം വന്നിട്ടുണ്ട്. ബ്ലാക്ക് പെപ്പർ ടെൻഡർലോയിഡ്. ടെൻഡർലോയിഡ് എന്നുവെച്ചാൽ പക്ഷേ അത് ഒരു ബീഫിന്റെ ഒരു പാർട്ടാണ്. ഏത് ഏരിയ നമുക്കാണെന്നും ചെയ്യാറ് അപ്പൊ കറക്റ്റ് ആയിരിക്കും. ഓക്കെ അത് ടേസ്റ്റ് ചെയ്ത് നോക്കി. അത് ഭയങ്കര കളറല്ലേ അതിന്? സോസ് കൊള്ളാല്ലേ? ഡെസേർട്ട് സെക്ഷനിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇതെന്താണ്? തിരാമിഷു. ഓക്കെ അപ്പം മധുരപ്രേമിയെ കൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. പറയും മധുരം പോരാ. ലാസ്റ്റ് ഐറ്റം വന്നിട്ടുണ്ട് ഫ്രൈഡ് ഐസ്ക്രീം. ഇത് വാനില, ഇത് ചോക്ലേറ്റ്. പൊട്ടിച്ച് ഓക്കെ എടുത്തോ. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്? ഓ എന്തോടാ എക്സ്പ്രസ് ഞാനിതാണോ മിസ് ചെയ്തത്? അതാണോ ഗൈസ് നാസി ആൻഡ് മീര എനിക്ക് അഗാധമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഡെസേർട്ട്. അതെ നല്ല മധുരം ഉണ്ടല്ലോ. അതോടുകൂടി വിനുവും നന്ദുവിയാരും വിട വാങ്ങിയാണ്. വിനുചേട്ടൻ നമ്മുടെ കൊച്ചി എക്സ്പെഡിഷനിൽ നിന്നും വിട വാങ്ങുന്നു. ഇനി കൊച്ചി എക്സ്പെഡീഷൻ എവർ തുടങ്ങുന്നു, തുടരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദീപശിക കൈമാറ്. അങ്ങനെ എല്ലാരും പോയി. ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ. എന്താണ് പരിപാടി? ഹോട്ടലിലേക്ക് പോവുക, ഒന്ന് ശ്രമിക്കുക. ശ്രമിക്കേ ശ്രമിക്കണം. ആരാ കാത്തിരിക്കണേ? ശ്രീകാന്ത് ഏട്ടാ അവിടെ ഉണ്ട്. ഓക്കെ ഗൈസ്, ഇനി റൂമിൽ പോയിട്ട് ഇനി ബാക്കി പരിപാടി പ്ലാൻ ചെയ്തിട്ട് കാണാം. അപ്പോൾ ഗൈസ് കൊച്ചിയുടെ ഫുഡ് എക്സ്പ്ലോറേഷൻ്റെ ലാസ്റ്റ് ഡേ അല്ലേ, ലാസ്റ്റ് ഡിന്നർ. അതൊരു ബ്രഹ്മാണ്ഡ ഡിന്നർ ആക്കാനാണ് നമ്മൾ പ്ലാൻ. അതെ, നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് എവിടെയാണ് ബ്രോ? സ്മോക്ക് കൾച്ചർ ബൈ സ്റ്റീവ്. നമ്മൾ ബ്രിസ്ക്കറ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതെ, ഇവർ ബിസ്ക്കറ്റ് ട്രൈ ചെയ്യും, ഞാൻ ബിസ്ക്കറ്റ് ട്രൈ ചെയ്യും. ഇവിടെ കുറച്ച് വെയിറ്റിംഗ് ഉണ്ട്. നമ്മൾ ഏകദേശം ഒരു 10-15 മിനിറ്റായി വന്നിട്ട്. ഒരുപാട് പേര് വെയിറ്റ് ചെയ്ത് ഇവിടെ കാത്തിരിക്കുകയാണ്. അതെ, ആക്ച്വലി നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സ്ഥലം. നല്ല ആംബിയൻസ് കേട്ടോ. ഒരു ഹോളോവിൻ സെറ്റപ്പ് അല്ലേ? അതെ, ഹാലോവിൻ സെറ്റപ്പിൽ നല്ല രസമാണ്. പുള്ളിയുടെ വീട്ടിൽ തന്നെ, വീടിന്റെ ബാക്ക് സൈഡ് തന്നെ ഇതൊരു സ്മോക്കറിന്റെ എന്താ പറയുക, ഇത് ഒറിജിനൽ സ്മോക്കർ അല്ലെന്ന് തോന്നുന്നു, അവർ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനമാണെന്ന് തോന്നുന്നു. ഇതാണ് യൂഷ്വൽ സ്മോക്കർ. കാണാൻ ഏകദേശം പോലെയൊക്കെ ഇരിക്കും. അലക്സ് ബോയുടെ ഒരു പാഷനാണ് അല്ലേ സ്മോക്കിംഗ്? അതെ അതെ അതെ. അതിനെ കുറിച്ച് രണ്ട് കാര്യം. ഇല്ല, ഞാൻ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 8 മാസമായിട്ട് എല്ലാ വീക്കിലും ഞാൻ ഇങ്ങനെ സ്മോക്ക് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ സ്മോക്കല്ല, ബീഫ് ബ്രിസ്ക്കറ്റ് സ്മോക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ എന്താ ലാമ്പിൻ്റെ ഷോൾഡറോ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ, പിന്നെ ചിക്കനും ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം അത് പെർഫെക്ഷനിലേക്ക് എത്താൻ ഒത്തിരി സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര പാഷനായിട്ട് ഇങ്ങനെയുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണം. ഇതുപോലത്തെ ഒരു സാധനം നമുക്ക് ഉണ്ടാക്കണം കേട്ടോ. ഒരു വീപ്പയൊക്കെ വെട്ടി എടുക്കാൻ പറ്റും. മറ്റേ ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ ഈ മറ്റേ വീപ്പ് പോലത്തെ സാധനം അത് വെട്ടി ഹാഫ് ആക്കിയിട്ട് അത് വെച്ചിട്ട് ചെയ്യും. അപ്പം നമ്മുടെ സ്ലോട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അകത്ത് പോയിട്ട്
ബാക്കി വിശേഷങ്ങൾ. എല്ലാ ഡീറ്റെയിൽസ് വിശദമായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് സീറ്റ് കിട്ടി. ആദ്യം തന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു കുംബൂച്ചയായിട്ട് തുടങ്ങാം. ഏതോ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന കുംബൂച്ചയാണെന്ന് തോന്നുന്നു അല്ലേ? അല്ലേ? ഇത് ഇമ്പോർട്ടഡ് ആണ്. ഇമ്പോർട്ടഡ് മൗണ്ടൻ ഡ്യൂ. ഇത് സമ്മർ ഫേസ് അല്ലേ? ഇത് ഞാൻ എന്തായാലും ഇവിടെ കണ്ടിട്ടില്ല. അതെ അതെ, മാംഗോ വൈൻ്റെ ടേസ്റ്റാ. അങ്ങനെ നമ്മുടെ ഫുഡ് എല്ലാം വന്നിട്ടുണ്ട്. ഇതിൽ ഇത് പോർക്ക്, ഓർബെല്ലി, ഇത് ബീഫ് ബ്രിസ്ക്കറ്റ്, ഇത് ബ്രെഡ്, ചിക്കൻ വിങ്സ്, ഇത് അവന് മാക്ക് ആൻഡ് ചീസ്. അപ്പോൾ ബീഫ് ബ്രിസ്ക്കറ്റ് ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഭയങ്കര സോഫ്റ്റ് കേട്ടോ. സോഫ്റ്റ് കേട്ടോ. ഇഷ്ടപ്പെടും. ഒഴിച്ചു നോക്കൂ. ആണ് കണ്ട, ഇങ്ങനെയാണ് കാണിക്കാനുള്ള, അല്ലാതെ എടുത്ത് നേരെ അങ്ങ് വായിലിടാനല്ല. ഇതിന് ആക്ച്വലി ഇത് കണ്ടല്ലേ, ഈ ലൈറ്റിൽ കാണുന്നില്ല, പക്ഷേ ലേയേഴ്സ് നമുക്ക് കാണാൻ പറ്റും ശരിക്കും. എൻ്റെ ഇനി ചിക്കൻ വിങ്സ് കഴിച്ചു നോക്കാം. കൊള്ളാം. നല്ലൊരു മസാല, മറ്റേ ഡൈനാമിക് ചിക്കൻ്റെയൊക്കെ പോലത്തെ ഒരു മസ്റ്റാർഡൊക്കെ ഉള്ളൊരു സാധനം. മസ്റ്റാർഡാണെന്ന് തോന്നുന്നു. അടുത്തത് പോർക്ക് ബെല്ലി. ഞാൻ ഇതുവരെ പോർക്ക് കഴിച്ചിട്ടില്ല. അപ്പോഴേ എൻ്റെ ആദ്യമായിട്ടാണ് ഞാൻ പോർക്ക് ടേസ്റ്റ് ചെയ്യണം. അപ്പോഴേ കുറച്ചെടുത്ത് നോക്കാം, കഴിച്ചു നോക്കാം. ഇഷ്ടപ്പെട്ടില്ലേ? ശരിക്കും ആദ്യമായിട്ടില്ലേടാ? അല്ല ഞാൻ കഴിക്കാറുണ്ട് ഇടയ്ക്ക്. അപ്പം നേരത്തെ ആദ്യമായിട്ടാണെന്ന് പറഞ്ഞത്. ഇവിടുന്ന് ആദ്യമായിട്ടായിരിക്കും പറഞ്ഞത്. കൊച്ചിയിൽ നിന്ന് ആദ്യമായിട്ടാണ്. എനിക്ക് ബീഫിനേക്കാളും ഇഷ്ടപ്പെട്ടത് പോർക്ക് ബെല്ലിയാണ്. ബീഫിൻ്റെ ദുബായിലെ ആ ക്വാളിറ്റി എനിക്കൊന്നും ഇവിടുത്തെ ബീഫിന് വരത്തില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇവിടുത്തെ ലോക്കലി കിട്ടുന്ന സോഴ്സ് ചെയ്യുന്നതായിരിക്കുമല്ലോ മിക്കവാറും. അതുകൊണ്ട് കൊള്ളില്ലെന്നല്ല പറഞ്ഞത്, നല്ലതാണ്, ഡെഫിനറ്റ് നല്ലതാണ്. ഞാൻ അവിടെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കും. പക്ഷേ പോർക്ക് അവിടെ കിട്ടാത്ത സാധനമാണ്. പോർക്ക് ഭയങ്കര ജ്യൂസിയാണ്, ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. ഓക്കെ ഗൈസ്, ഇവിടെ ചെറിയ മഴ പൊടിയുന്നുണ്ട്. നമുക്ക് എന്തായാലും അതിനിടയിൽ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം, മാക്ക് ആൻഡ് ചീസ്. ഒരു സൂപ്പർ സാധനം കേട്ടാ. ഓ നല്ല ചീസി ഫ്ലേവർ, സൂപ്പർ അല്ലേ? കൊള്ളാം ഗൈസ്, ഈ സാധനം അടിപൊളി. ഓക്കെ, നമുക്ക് ടേബിൾ മാറാം. ഗൈസ് കഴിച്ചു കഴിഞ്ഞു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എന്ന് വെച്ചാൽ ഫാൻ്റെ തന്നെ വേറെ ഒരു ഫ്ലേവർ അല്ലേ? ഇമ്പോർട്ടഡ് ഡ്രിങ്ക്സ് ഒക്കെ കുറേ ഉണ്ട്. അതിൽ തന്നെ ആ ഒരു ഡൈനിങ് ഏരിയ ആണെങ്കിലും കുറച്ച് ഡിഫറെൻറ്റ് സാധനമാണ്. ഫുഡിന്റെ ടേസ്റ്റ് അങ്ങനെ നല്ലായിരുന്നു. ഞാൻ ബീഫ് മാത്രമേ ഇതായിട്ട് കഴിച്ചോളൂ. നല്ല ആദ്യമായിട്ടല്ലേ കഴിക്കണം. പോർക്ക് നിങ്ങളല്ലേ മെയിൻ ആയിട്ട്? സൂപ്പർ അല്ലേ? പോർക്ക് അടിപൊളിയാണ്, സോഫ്റ്റ് പോർക്ക്. പിന്നെ ബ്രോ ഇവിടെ ഇല്ല, ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ ആക്ച്വലി ഈ സ്മോക്ഡ് മീറ്റ് കൾച്ചർ കേരളത്തിലോട്ടൊക്കെ ഇപ്പോൾ വരുന്നതേ ഉള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മുടെ 5 സ്റ്റാർ ഹോട്ടൽസിൽ പോലും ഈ സ്മോക്ഡ് മീറ്റ് കിട്ടാത്തത്. സോ അങ്ങനെ ഇങ്ങനത്തെ ഉള്ള കുറച്ച് സ്ഥലങ്ങളിലേ കിട്ടത്തുള്ളൂ. പലയിടത്തും കാണും, ഇപ്പം ആയി വരുന്നുണ്ട്. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലായിടത്തും വരട്ടെ, എല്ലാവരും കഴിക്കട്ടെ. അതുപോലെ തന്നെ അവരുടെ വിങ്സും എക്സ്പീരിയൻസ് ചെയ്യണം. റെഡ് മീറ്റ് അലർജി ഉള്ളവർ വിങ്സ് ട്രൈ ചെയ്യുക. പിന്നെ മാഷ്ഡ് പൊട്ടറ്റോ അത് വെജിറ്റേറിയൻസ് മാക്ക് ആൻഡ് ചീസ് കഴിക്കാം. നല്ല സാധനം. അങ്ങനെ ഇന്നലത്തെ ഹെവി ഫുഡിന് ശേഷം നമ്മൾ വന്ന് കിടന്ന് ഉറങ്ങിപ്പോയ ക്ഷീണത്തിൽ അതിനുശേഷം ഇന്ന് രാവിലെ ആയപ്പോൾ ഒരു വിഷമം. കൊച്ചിയിലേക്ക് വിട പറയുകയാണ്. കൊച്ചിയിൽ നിന്നും വിട പറയുകയാണ്. സന്തോഷമുണ്ട് തിരുവനന്തപുരത്ത് പോണേന്റെ. പക്ഷെ ഈ മാരിയറ്റ് ലക്ഷറി ലൈഫ് എനിക്ക് ലക്ഷറി മടുത്തു. എനിക്ക് സാധാരണ ജനങ്ങളോട് ഒരു സംവദിക്കാൻ ഒരു ആഗ്രഹം തോന്നി തുടങ്ങി. ഇന്നെന്റെ ചോദിച്ചു എത്ര രൂപയാണ് ഇവിടെ ഡെയിലി. ഇനി തൊട്ട് കൊച്ചിയിൽ വരുമ്പോൾ കാണാൻ പറ്റും മാരിറ്റ് നിൽക്കണമെന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ നമ്മൾ മണ്ണിലേക്ക് വീണ്ടും ഇറങ്ങാൻ പോവുകയാണ്. അതിന് നമുക്ക് അലക്സിനെ ഒന്ന് കാണണം. നമ്മൾ ഇന്ന് എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ചെക്കൗട്ട് ചെയ്യും. അലക്സിന്റെ അടുത്ത് ഒരു ബൈ പറയണം. പിന്നെ അലക്സിന്റെ വെക്കേഷൻ അല്ലേ, നമ്മളോട് ഒരു 4 ദിവസം സ്പെൻഡ് ചെയ്തില്ലേ ആ ടൈം അല്ലേ? ഒരാള് വെക്കേഷൻ നാട്ടിൽ വരുമ്പോ ഒരു 4 days നമ്മളോട് സ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മളെ കൂടെ അതെ 4 ദിവസം സഹിച്ചു എന്നുള്ളതാണ്.
ആലോചിക്കുന്നത്. നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട്, പുള്ളി അഭിനയിക്കുമായിരിക്കും കൊള്ളായിരുന്നു എന്നാലും നമുക്ക് ചോദിക്കാം. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മൾ തിരുവനന്തപുരത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, വരാമെന്നാണ്. പിന്നെ നമ്മുടെ ഒരു ടോക്കൺ ഓഫ് ലവ് എന്ന ഇതില് നമ്മളൊരു ചെറിയൊരു ഗിഫ്റ്റും കൊടുക്കണുണ്ട്. കൊടുക്കുന്നതായിരിക്കും. അതെ, അത് അറിഞ്ഞൂടാ, സർപ്രൈസ് ആണ്. നമ്മൾ പോയി സെറ്റ് ചെയ്തു. ഇതൊരു സൺഗ്ലാസ് ആണ്. അപ്പൊ ഇത് നമുക്ക് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ടാറ്റ പറയാം. അതെ, ഇങ്ങനെ ഫൈനലി നമ്മൾ അലക്സിനെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4 ദിവസം ഹോസ്റ്റ് ചെയ്തതിന് നമ്മളെ സഹിച്ചതിന് വളരെ നന്ദി. താങ്ക് യു ഫോർ കമ്മിങ്. കുറെ കാലം മുമ്പുള്ള ഫ്രണ്ട്സിനെ കണ്ട പോലൊരു ഫീലിംഗ് ആയിരുന്നു. ആക്ച്വലി നന്നായിട്ട് എൻജോയ് ചെയ്തു. താങ്ക് യു. നമ്മൾ നമ്മളുടെ കൈകൊണ്ട് കുക്ക് ചെയ്ത് സ്വാദിഷ്ടമായ ചിക്കൻ ബർഗർ. അലക്സിനെ എനിക്ക് മറ്റേ സ്മോക്കിനെയൊക്കെ അറിയാം, അത് തന്നെ നമ്മൾ ഉണ്ടാക്കിയത്. പോണതിന് മുമ്പ് നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് നമ്മളുടെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട്. താങ്ക് യു. താങ്ക് യു. ബ്രോയ്ക്ക് ഒരു മീറ്റിംഗ് വന്നപ്പോൾ പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ ഞാൻ അധികം വെച്ച് അനക്കുന്നില്ല, പോവുകയാണ്. പ്ലാൻ അങ്ങനെ ഞങ്ങൾ യാത്ര പറഞ്ഞ് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. അതെ, വീണ്ടും നമ്മൾ സ്വന്തം തട്ടകത്തിലേക്ക്. നമ്മൾ പിന്നെ ഇന്നൊരു പ്രത്യേകത, നമ്മൾ ആദ്യമായിട്ടാണ് വന്ദേ ഭാരതിൽ കയറുന്നത്. നമ്മൾ 3 പേരും. ചേട്ടൻ കയറിയിട്ടുണ്ട്. കയറിയിട്ടുണ്ടാ? പിന്നെ നിങ്ങൾ കയറിയിട്ടില്ലെന്ന് പറഞ്ഞതാ? അപ്പൊ ഞാനും CK നിങ്ങൾ മാറിയില്ലേ? നമ്മൾ ആദ്യമായിട്ട് വന്ദേ ഭാരതിൽ കയറിയാണ്. അപ്പൊ അത് നമ്മൾ പറ്റുമെങ്കിൽ വ്ളോഗ് ചെയ്യാം. അതിന് ഫുഡൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. ഗൈസ്, നമ്മൾ കറക്റ്റ് സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഓടിയല്ലേ? കറക്റ്റ് സമയത്ത് എത്തി, യുവാക്കൾ മാതൃകയായി. ഒരു മിനിറ്റ് കൂടെ ഉള്ളൂ. ഇത് താമസിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമാവും. ഇത്രയും ഓടിയതിൻ്റെ ഒരു ഞാൻ ഓൾറെഡി ഡൗൺ ആണ്. ഈ ബ്രീത്ത് കിട്ടുന്നില്ല. ഞാൻ പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യാം. ട്രെയിൻ വന്ന് എക്സൈറ്റഡ് ആണോ? പിന്നെ എക്സൈറ്റഡ്. ഇത് നമ്മൾ കാത്തുനിന്ന ട്രെയിൻ വന്നിരിക്കുന്നു. ആദ്യമായിട്ട് കയറുന്നതിന്റെ എക്സൈറ്റ്മെന്റ്. ഞാൻ കാണിച്ചു തരാം നിന്റെ എക്സൈറ്റ്മെന്റ് എങ്ങനെയാണ്. ഈ ആദ്യമായി കാല് വയ്ക്കുന്നു. ടാറ്റ വിട്ട് എറണാകുളത്തിന്. ഓക്കെ, നമ്മളപ്പോൾ പോകണം ഗൈസ്. ടാറ്റ എറണാകുളം. അങ്ങനെ നമ്മളുടെ ഫുഡ് ഇഷ്ടമായ ഫുഡ് വന്നിരിക്കുകയാണ്. യെസ്, വന്ദേ ഭാരത് ഫുഡ് റിവ്യൂ ആണ്. നമ്മൾ വെജാണ് ഓർഡർ ചെയ്യുന്നത്. കാര്യം ഉല്ലാസിന് ഇനി വേണ്ടിയിട്ടാണ്. എൻ്റെ തലയിൽ കൊണ്ടുവന്നിട്ട്. അല്ലാതെ ഈ ട്രെയിനിൽ ഇപ്പം മെനുവിൽ ഇപ്പം നോൺ വെജ് ഇല്ലാത്തതുകൊണ്ടല്ല. പക്ഷെ ഒരു ടിസ്റ്റ് ഉണ്ട്, നമുക്ക് 3 പേർക്കും കിട്ടി, അതെ, പുറകെ ഒരാൾക്ക് കിട്ടിയില്ല. പനീർ കറിയുണ്ട്, കടലക്കറിയുണ്ട്, പയറ് കറിയുണ്ട്, ചപ്പാത്തി ഉണ്ട്, ചോറുണ്ട്, പിന്നെ ഇത് പനീർ. യെസ്. അപ്പോൾ എന്തായാലും ഇത് കഴിച്ചിട്ട് ഇതിൻ്റെ റിവ്യൂ പറയാം ഗൈസ്. ഫുഡ് കൊള്ളാം, പനീറും ചപ്പാത്തിയും കൊള്ളാം. ബാക്കി ചോറും ബാക്കി സാധനമൊന്നും വലിയ സുഖമില്ല. ഓക്കെ, കുഴപ്പമില്ല, ഓവറോൾ ഓക്കെ. നിനക്കോ? ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക്? എനിക്കും വലിയ സുഖം തോന്നിയില്ല. പക്ഷേ ഞാൻ മുമ്പ് നോൺ വെജ് കഴിച്ചിട്ടുണ്ട്, അത് അത്യാവശ്യം കുഴപ്പമില്ല. നല്ലതായിരുന്നു. ദാസൻ ചേട്ടൻ്റെ ചോദിക്കാം, കഴിച്ചാ? കൊള്ളാമോ? അപ്പോൾ അതാണ് ഗൈസ് വന്ദേ ഭാരതിൻ്റെ ഫുഡ് എക്സ്പീരിയൻസ്. ഇനിയിപ്പം തിരുവനന്തപുരത്ത് എത്തിയിട്ട് കാണാമല്ലേ? ഗുഡ് ബൈ. ഓക്കെ ഗൈസ്, അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. അതെ, തിരുവനന്തപുരം നമ്മൾ വീണ്ടും എത്തി അല്ലേ? ഒരു സന്തോഷം. ഗൃഹാതുരത്വം തോന്നും. മിസ് ചെയ്തിരുന്നു. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് സ്വാഗതം. നാളെ തൊട്ട് വീണ്ടും കപ്പയും കഞ്ഞി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രാവലല്ല, കൂടുതലും ഫുഡ്, നമ്മൾ കൂടുതലും ഫുഡാണ് എക്സ്പ്ലോർ ചെയ്തത്. കൂടുതൽ അലക്സ് നമ്മളെ കൊണ്ട് കുറെ കൊച്ചിയിലെ ഒരുപാട് സ്പോട്ടുകൾ അല്ലേ, നല്ല നല്ല സ്പോട്ടുകളാണ് എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ പോയത്. അതെ അതെ, അതിന് സഹായിച്ച അലക്സിന് എന്റെ വ്യക്തിപരമായ പേരിൽ ഓൾഡ് സ്കൂൾ ബോയ്സിന്റെ പേരിൽ നന്ദി അറിയിക്കും. അപ്പോൾ അതത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യണം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കോ ഷെയറോ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ചെയ്യണം. അതെ അതെ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ഇന്നലെ ഇവർ രാത്രി ഉറങ്ങി നടന്നു. എക്സ്പ്ലോറിംഗ് ദി കൊച്ചി നൈറ്റ് ലൈഫ്. നമ്മുടെ ഇവർ ആക്ച്വലി ഡെയിലി ഒരു നമ്മളുടെ കൂടെ കിടന്നു. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു രാത്രി 2 മണിയാകുമ്പോൾ തിരിച്ചു. എങ്ങോട്ടാണ് പോകുന്നത്? അതാണ്, അത്രയും സമയം നിങ്ങൾ എവിടെയാണ് പോകുന്നത്?
സിറ്റിയുടെ സംശയം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെളിച്ചെണ്ണ നമ്മുടെ നാട്ടിലെ വെളിച്ചെണ്ണയൊക്കെ വില കുറവാണ്. ഇങ്ങനത്തെ എണ്ണ എണ്ണകളാണ് അവൻ അന്വേഷിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രി അവൻ ഈ വെളിച്ചെണ്ണ പറഞ്ഞിട്ടുണ്ട്. വെളിച്ചെണ്ണയുടെ എണ്ണ ഈ കമ്പോളത്തിൽ വെളിച്ചെണ്ണയുടെ എണ്ണ ഇങ്ങനെ കൂടുന്നതും താഴുന്നതും എനിക്ക് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നു. എന്താണെന്ന് അറിഞ്ഞൂടാ. ഒരു മില്ല് തുടങ്ങാനൊരു ഇതുണ്ട്. ആട്ടിയ മില്ല് ചങ്കിലാട്ടിയ വെളിച്ചെണ്ണ. ഒരു തവണ പിക്കിളും പിന്നെ വേറൊരു സാധനം ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിക്കിളിന് വരെ ഹാൻഡ് സാനിറ്റൈസർ പൊട്ടിച്ച് ചോറിലൊഴിച്ചു. തുറന്ന് പൊട്ടിച്ചൊഴിക്കേണ്ടത് മനസ്സിലാവും. പിന്നെന്ത് ചെയ്ത് ഇത് ആരും കാണാതെ ഇങ്ങനെ അപ്പുറത്ത് ആളുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ പേഴ്സ് ഇങ്ങനെ ഇപ്പുറത്തെ ടിഷ്യൂ ഇങ്ങനെ വെച്ചിട്ട് കളഞ്ഞു. അങ്ങനെ ചെറിയ അബദ്ധങ്ങൾ പറ്റിയത്.